ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ മുന്നേ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയപ്പോൾ കുറച്ച് അധികം വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പാത്രത്തിൽ നമ്മൾ നെയ്യ് ഇട്ടിട്ട് അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ എന്തായിരുന്നു അതിന് പറയുക, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പൈസസ് ഒക്കെ അതിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അരി കഴുകി വെച്ച അരി അതിലേക്കിട്ടൊരു 3/4 ഭാഗം വേവാകുമ്പോൾ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ തൈരും കൂടി ഇട്ടിട്ട് മാറ്റി വെക്കണേ. പിന്നെ ഉള്ളി, തക്കാളിയൊക്കെ വഴറ്റുക. അതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുക. പിന്നെ എല്ലാവരുടെ കൈയും കൂടി ഇതിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെ കൊണ്ട് ഓരോരോ പണി എടുപ്പിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പില കാര്യങ്ങളൊക്കെ ഇട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് വഴറ്റി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി കുക്കായി വെച്ച ചോറില്ലേ, പിന്നെ നമുക്ക് ദമ്മിടലാണ് അടുത്ത പണി. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചോറും അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടി ലെയർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് വയ്ക്കുക. നല്ലൊരു വലിയ പാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേവി ഇട്ട് കൊടുക്കുക. പിന്നെ ചോറിടുക, ഗ്രേവി ഇടുക, അങ്ങനെ ഒരു ലെയർ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ഒന്ന് അത് മൂടി വയ്ക്കുക. അതൊക്കെ കഴിഞ്ഞ് മൂടി തുറന്ന് കഴിയുമ്പോൾ ഒരു സൂപ്പർ സ്മെല്ല് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.